ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ലണ്ടൻ ഹാർട്സിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അനദർ ബ്യൂട്ടിഫുൾ ഡേ, നിറയെ പ്രൊഡക്റ്റീവായിട്ടൊരു മോർണിംഗ്. ഇന്ന് നമ്മൾ വെരി പ്രൊഡക്റ്റീവായിരുന്നു. രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി, ഒരു ചെറിയ ഷോപ്പിംഗ് പോയി, പിന്നെ തിരിച്ചു വന്നു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇന്നത്തെ നടന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ചെറിയ വ്ലോഗ് പോകാം. ഇപ്പോൾ ചെറിയ ക്ലിപ്പുകൾ, നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ക്ലിപ്പും പിന്നെ ചെറിയ ഷോപ്പിങ്ങിന് പോയതും എല്ലാമായിട്ട് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം. UK ഇപ്പോൾ നല്ല വെതറാണ്. ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെതറും നല്ല അറ്റ്മോസ്ഫിയറൊക്കെയാണ്. വ്ലോഗിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു ദോശയും ചമ്മന്തിയും സാമ്പാറും ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാൻ ടൊമാറ്റോ ചട്നി, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉഴുന്ന് വറുത്തെടുത്ത്, പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, 2 കഷ്ണം വെളുത്തുള്ളി, ഇത്രയും ഞാൻ നന്നായിട്ട് വഴറ്റി എണ്ണ ഒഴിച്ച് എന്നിട്ടത് മിക്സിയിൽ അരച്ചെടുത്തു. പിന്നെ ദോശമാവ്, റെഡിമെയ്ഡ് ദോശമാവ് മേടിച്ചതാണ്, ഞാൻ അരച്ച് വെച്ചതല്ല, റെഡിമെയ്ഡ് കിട്ടും. അപ്പോൾ അത് തവയിലൊഴിച്ച് ദോശയും കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഒരു ദോശ ഉണ്ടാക്കി. നെയ്യ് നമുക്ക് നല്ല സൂപ്പർ നെയ്യ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു കസിൻ കൊണ്ടു തന്നാണ്. അവർ വർക്ക് ചെയ്യുന്ന പ്ലാന്റിൽ നിന്ന് പ്യുവർ ഓർഗാനിക്, ഒരു കെമിക്കലൊന്നും ഇല്ലാത്ത നെയ്യ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് അതിന്. അതുകൊണ്ട് ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ് നമ്മൾ ദോശയ്ക്ക് ഇട്ടേക്കുന്നത്. അപ്പം നെയ്യും ഒഴിച്ച് ദോശ ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ ദോശയും ചമ്മന്തിയും തക്കാളിയൊക്കെ ആയിട്ട്, തക്കാളി ചമ്മന്തിയും സാമ്പാറൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു ആഗ്രഹം, നമ്മുടെ നാടൻ ചായ ഉണ്ടാക്കാമെന്ന്. തിളപ്പിച്ച് ബോയിൽ ചെയ്ത ചായയില്ലേ, സാധാരണ നമ്മളിവിടെ ബോയിൽഡ് ചായ ഉണ്ടാക്കാറില്ല. നമ്മൾ കെറ്റിലിൽ വെള്ളം ബോയിൽ ചെയ്തിട്ട് ടീ ബാഗ് ഇട്ടിട്ട് അതിലേക്ക് കോൾഡ് മിൽക്ക് ഒരു കുറച്ച് വെരി ലിറ്റിൽ ആഡ് ചെയ്ത്, അങ്ങനെയാണ് ഇവിടെ ടീ സാധാരണ ഉണ്ടാക്കുക, ഇംഗ്ലീഷ് ടീ എന്ന് പറയും. പക്ഷേ ഇന്നിപ്പോൾ ദോശയും സാമ്പാറും ചട്നിയൊക്കെ വന്നപ്പം ഒരാഗ്രഹം, നമ്മുടെ നാടൻ ചായ ഒന്ന് കുടിക്കാം. അപ്പോൾ ചായയൊക്കെ ഇട്ട് ഒന്ന് തട്ടുകട സ്റ്റൈലിൽ ഒന്ന് അടിച്ചൊക്കെ എടുത്ത് നോക്കിയതാട്ടോ. നല്ലായിരുന്നു. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കുടിക്കാം. ഇന്ന് ഒരു അവധി ദിവസം ആണ്, അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലേ സമയം കിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. ദോശ, ചമ്മന്തി, സാമ്പാർ, നല്ല തിളപ്പിച്ച ചായ, അതൊക്കെ ആയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വെളിയിലൊക്കെ ഒന്ന് പോയി. നല്ല വെതറാണ് ഇവിടെ, നല്ല ബ്രൈറ്റായിട്ട് നമുക്കിന്നൊരു പോസിറ്റിവിറ്റി തോന്നും ഇങ്ങനെ ബ്രൈറ്റായിട്ടൊക്കെ കാണുമ്പോൾ. എന്നിട്ട് വെളിയിൽ പോയി. വെളിയിൽ ഒന്നും പ്രത്യേകിച്ച് വാങ്ങിക്കാനൊന്നും ഇല്ലായിരുന്നു. കണ്ടെയ്നറല്ലേ, എനിക്കിത് വാങ്ങിയിട്ട് ഒത്തിരി ഉപകാരമായിട്ട് തോന്നിയിട്ടുള്ളൊരു കണ്ടെയ്നറാട്ടോ. നല്ല ഭംഗിയുമില്ലേ കാണാൻ. ഇതിൽ നമുക്ക് നമ്മുടെ കടല, പയർ, പരിപ്പ് ഇതെല്ലാം ഇട്ട് വയ്ക്കാം, പല സെക്ഷനായിട്ട്, എല്ലാം ഒറ്റ ഇതിലായിട്ടാണ്. പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണേ. ഇതിൻ്റെ അടിയിലൊരു കണ്ടെയ്നറുണ്ട്. നമ്മളത് ഇത് പ്രസ് ചെയ്യുമ്പോൾ ഏത് സാധനമാണ് വേണ്ടത് അതിൻ്റെ അവിടെ വെച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഇതിലേക്ക് ചാടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക. അപ്പോൾ കൂടുതലായെങ്കിൽ തിരിച്ചിടാൻ പറ്റും. നല്ല ഹാൻഡിയാണ്. നമ്മൾ സാധനം മേടിച്ചിട്ട് അത് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. വാങ്ങിച്ചിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഉപകാരമായിട്ടുള്ള ഒരു കണ്ടെയ്നറാട്ടോ. ഞാൻ വാങ്ങിയത് ഡെബനംസിൻ്റെ ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ്. പക്ഷേ ഇത് എല്ലായിടത്തും കിട്ടുന്നുണ്ട് കേട്ടോ. ഷീനും ടെമും അവിടെയൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് ഉള്ളിയുടെ, സവാളയുടെയൊക്കെ സ്കിന്ന് ഞാനൊരു കുറച്ച് വെള്ളത്തിയിട്ട് വെച്ചായിരുന്നു. അപ്പോൾ ഒരു ദിവസമായി ഇത് വെള്ളത്തിയിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ ഇത് സ്ക്യൂസ് ചെയ്തിട്ട് വെള്ളം മാത്രം എടുത്തിട്ട് ഒരു ബോട്ടിലേക്ക് മാറ്റുവാണ്. ഇത് ഞാൻ യൂസ് ചെയ്യണത് നമ്മുടെ ചെടികളുണ്ടല്ലോ, ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ നന്നായിട്ട് ഫ്ലവർ ഇങ്ങനെ ബ്ലൂം ചെയ്യുന്നതാണ് പറയുന്നത്. ഫ്ലവേഴ്സൊക്കെ നന്നായിട്ട് ബ്ലൂം ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ
ഉള്ളിയുടെ വെള്ളം ഉണ്ടാക്കിയതാണത്. എന്നിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാനൊരു ഇതെടുത്തപ്പോഴാണ് ഞാൻ ഓർത്തത് നിങ്ങളായിട്ട് കാണിച്ചു തരാം. ഇത് എസെൻഷ്യൽ ഓയിൽസാണ്. എൻ്റെ കയ്യിൽ ലെമൺ ഗ്രാസിൻ്റെ ഉണ്ട്, യൂക്കാലിപ്റ്റസ് ഉണ്ട്, സാൻഡലിൻ്റെയും ഉണ്ട് കേട്ടോ. അതിൽ സാൻഡലിൻ്റെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒരു 2 ഡ്രോപ്പ് നമ്മൾ വൈപ്പ് ചെയ്യാനുള്ള ടവൽ എന്തെങ്കിലും ഷീറ്റോ തുണിയോ എന്താണെന്ന് വെച്ചാൽ അതിലിട്ടിട്ട് നമ്മൾ എവിടെയാണോ വൈപ്പ് ചെയ്യേണ്ട അവിടെ ചെയ്താൽ മതി. നല്ല സ്മെല്ലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ എടുത്ത ബോട്ടിലാക്കിയ ഉള്ളിയുടെ വെള്ളം നമ്മുടെ ചെടികളിലൊക്കെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ഓർക്കിഡിലും പിന്നെ ഈ ചെടി, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ആ റെഡ് ഫ്ലവർ ഉണ്ടാക്കിയതിൻ്റെ സെയിം പ്ലാന്റാണ് അടുത്തതും, പക്ഷെ അതിൻ്റെ കളർ ഒരു പർപ്പിളാണ്. പിന്നെ താഴെ ഒരു ബോഗൺവില്ലയുണ്ട്, ഒരു ഓർക്കിഡുണ്ട്, ഒരു ആന്തൂറിയുണ്ട്, പിന്നെ വേറെ 2 ഓൾഡ് ഓർക്കിഡുണ്ട്. അതൊക്കെ തിരിച്ച് വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കാം. ഞാൻ ഇതിനു മുന്നും ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഇത്ര ഇതായിട്ട് ഒഴിച്ചിട്ടില്ല. നമുക്ക് നോക്കാം പൂവ് ഉണ്ടാവുമോ, നന്നായിട്ട് വരുമെന്ന്. എൻ്റെ ഇപ്പുറത്ത് കുറച്ച് മണി പ്ലാന്റ് കൂടെ ഉണ്ട്, അത് എടുക്കാൻ വിട്ടുപോയി, അതിനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ബെഡ്റൂമിലിരിക്കുന്നൊരു ഓർക്കിഡാട്ടോ, അതിനും ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെളിയിൽ കണ്ടോ, നല്ല ഭംഗിയാണ്. അപ്പം അങ്ങനെ അതെല്ലാം വെള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്ന് റെഡിയായിട്ട് വെളിയിലൊക്കെ ഒന്ന് പോയി. മാങ്ങ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്, മാമ്പഴം. അപ്പോൾ കടയിൽ ചെന്നപ്പോൾ അവിടുത്തെ അൽഫോൺസ് മാങ്കോയുണ്ട്, കേസർ മാങ്കോയുണ്ട്. നമ്മളെടുത്തത് അൽഫോൺസാണ്. അത് 12 ബോക്സാണ്, 23 പൗണ്ട്. അപ്പോൾ അത് നമ്മളൊരു ബോക്സ് വാങ്ങി. ഇനിയിപ്പം നാട്ടിൽ മഴയൊക്കെ തുടങ്ങിയപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ സീസണൊക്കെ കുറഞ്ഞതിൻ്റെ ടേസ്റ്റൊക്കെ അത്ര കുറഞ്ഞ് വരുമായിരിക്കുമല്ലോ അങ്ങോട്ട് വരുന്നതിൻ്റെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കഴിയുന്നതിന് മുന്നേ ഒരു ബോക്സ് വാങ്ങിക്കാമെന്ന് ഓർത്ത്. ഇത് കേസറാണ്. അറിയില്ല, എല്ലാം നല്ല മാമ്പഴമാണ്. നമ്മൾ എടുത്തത് അൽഫോൺസാണ് നമുക്ക്. പിന്നെ ഇതൊരു ഇന്ത്യൻ കടയാണ്. അത്യാവശ്യം നമ്മുടെ ഗ്രോസറീസും, നോർത്ത് ഇന്ത്യൻ കടയാണ്. നമുക്ക് അത്യാവശ്യം ഗ്രോസറീസും നമ്മുടെ വെജിറ്റബിൾസും എല്ലാം ഉണ്ട് അവിടെ. ഇപ്പോൾ ഇന്ന് വന്നപ്പോൾ നമ്മുടെ ഞാവൽപ്പഴം അവിടെ ഇരിപ്പുണ്ട്. ഒരു 5-6 ഉള്ളൂ, പക്ഷെ 4 പൗണ്ടാണ്, അതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും, അത്യാവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം അവിടെ കിട്ടും. അപ്പം നമ്മളിങ്ങനെ എല്ലാം ഒന്ന് നോക്കുവാണ്. അതൊക്കെ കണ്ടു നോക്കി തിരിച്ചു വെച്ചു. ഈ മാങ്ങ കണ്ടോ, ഇത് കണ്ടപ്പം നമ്മുടെ പുളിശ്ശേരി ഉണ്ടാക്കുന്ന മാങ്ങയാണല്ലോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. പക്ഷേ അത് പഴുത്തിട്ടില്ല, അത് ഇങ്ങനെ കളർ മാത്രമേ ഉള്ളൂ. ഞെക്ക് നോക്കുമ്പോൾ അത്ര ഇതായിട്ട് തോന്നിയില്ല, അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടില്ല. നല്ലതായിരുന്നു, വാങ്ങിക്കായിരുന്നു. ഇപ്പോൾ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാമായിരുന്നു, നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാമായിരുന്നു, പക്ഷെ എടുത്തില്ല. പിന്നെ നമ്മുടെ പച്ചക്കറികൾ, പേരയ്ക്ക, പിന്നെ നമ്മളവിടെ ചീര ഇരിക്കുന്നതുണ്ട്, ചുവന്ന ചീര. അപ്പോൾ നമ്മളതൊരു പാക്കറ്റ് എടുത്തു. തോരനൊക്കെ കറി വയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, അപ്പോൾ അതെടുത്തു. പിന്നെ നമ്മൾ അവിടെയുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. വാഴയില ഇരിക്കണു. പിന്നെ താഴെ ഇരിക്കുന്നതൊക്കെ നമ്മുടെ മാവുകളാട്ടോ, നമ്മുടെ ദോശ, ഇഡ്ഡലി ഒക്കെ ബാറ്ററാണ്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ നമ്മൾ റെഡിമെയ്ഡ് ദോശ ബാറ്ററാണ് യൂസ് ചെയ്തത് ദോശ ഉണ്ടാക്കാൻ. അത് ഇവിടുന്ന് മേടിച്ചതാണ്. താഴെ ഇരിക്കുന്ന റെഡാണ് ഞാൻ മേടിച്ചത്. ഇതൊക്കെ ഏതൊക്കെയോ ബ്രാൻഡിൻ്റെയാണ്, നമ്മളെല്ലാം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ റെഡിൻ്റെയാണ് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത്. അത് നല്ലതായിരുന്നു കേട്ടോ, നല്ല ദോശമാവായിരുന്നു. സാധാരണ ചിലപ്പോൾ വേറെ നിന്ന് മേടിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റൊക്കെ തോന്നാറുണ്ട്, പക്ഷെ ഇത് നല്ല നമ്മൾ അരച്ചുണ്ടാക്കുന്ന ഇത് തന്നെ കിട്ടി. പിന്നെ ബ്ലൂ കളർ വരുന്നത് അപ്പത്തിൻ്റെയാണ്, അത് ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിലിവിടെ ഫ്രോസൺ ഐറ്റംസ് ഉണ്ട്, കുൽഫി ഉണ്ട്, ഇവിടെ സ്നാക്കുകളും പലതരം ഫ്ലേവർ ടീസിൻ്റെ ബാഗുകളും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കുറേ ബിസ്ക്കറ്റുകൾ, കുറേ കുഞ്ഞു കുഞ്ഞു സ്നാക്കുകളൊക്കെ. അപ്പം അതൊക്കെ ആണ് ഇവിടെ കണ്ടത്. ലിറ്റിൽ ഹാർട്ട്സ് ബിസ്ക്കറ്റ്. അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നടന്നു മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഇതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്ത ഷോപ്പിലേക്ക് പോയി. നല്ല വെതർ ആയതുകൊണ്ട് ആളുകളൊക്കെ വെളിയിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ട്രീറ്റിലെ ഫോട്ടോയൊന്നും ഞാൻ അങ്ങനെ എടുത്തില്ല, ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വേറെ ഫോട്ടോസും ഒന്നും എടുത്തിട്ടില്ല, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നല്ല നല്ല അടിപൊളി വെതർ, സൂപ്പറായിട്ടുണ്ട്. പക്ഷെ രാത്രിയൊക്കെ നല്ല ചൂടാണ്, നമുക്ക് ഫാനിട്ടിട്ട് പോലും കിടക്കാൻ പറ്റാത്ത പോലെ ചൂടാണ്. ഇവിടെ സാധാരണ അങ്ങനെ ചൂടങ്ങനെ വരുന്നില്ലല്ലോ, പക്ഷെ ഇപ്രാവശ്യം
ഇവിടെ നല്ല ചൂടാണ്. ഈ ഹീറ്റ് വേവ് ഇനിയും വരുമെന്നൊക്കെയാണ് പറയണത്. നമ്മളിപ്പോൾ അടുത്ത ഷോപ്പിലേക്ക് കയറിയേക്കുവാണ്. ഇത് ഐസ്ലാൻഡാണ്. ഐസ്ലാൻഡിൽ നമ്മൾ ഇവിടെ ഫ്രോസൺ ഐറ്റംസാണ് കൂടുതൽ. പക്ഷേ നമ്മുടെ സ്നാക്കുകളും അതെല്ലാം കിട്ടും. ഇന്ത്യൻ അല്ല, നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഇത്. ഇവിടുത്തെ പ്രോൺസാണ് ഇരിക്കുന്നത്. നമ്മൾ പ്രോൺസ് നോക്കി പക്ഷേ എടുത്തില്ല. പിന്നെ അപ്പുറത്ത് കുറച്ച് ഐസ്ക്രീമും അതൊക്കെ മേടിച്ചു. ചൂടല്ലേ, നല്ല ചൂടല്ലേ, അപ്പോൾ ഐസ്ക്രീമും പിന്നെ പുഡിങ്ങും മേടിച്ചു. ഇത് തിലാപ്പിയ സിലോപ്പി എന്ന് പറയും. അതിൻ്റെ വലിയതാണ്, അതിൻ്റെ ഫില്ലറ്റാണ് ഫ്രോസൺ. നമ്മളിവിടെയൊക്കെ മേടിക്കാറുള്ളതാണ്. അത് നല്ലതാണ്. പിന്നെ ഇത് പറാത്ത എന്നാണ് കണ്ടത്. പക്ഷേ ഇത് കണ്ടപ്പോൾ നമ്മുടെ നാടൻ പൊറോട്ട പോലെ തോന്നി. അതിൻ്റെ വലിയ പാക്കാണ്, 20ൻ്റെ ഫാമിലി പാക്കാണ് കണ്ടത്. അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നൊന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, നല്ലതായിരിക്കുമോ നമ്മൾ നോക്കാൻ നോക്കും. പിന്നെ അവിടെയൊക്കെ ഫ്രോസൺ സമോസാസ്, അങ്ങനെ കബാബ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഐസ്ലാൻഡിൽ ഫുള്ളി ഫ്രോസൺ ഐറ്റംസാണ് കൂടുതൽ. ചിപ്സ് എല്ലാ ടൈപ്പും ഉണ്ട്. പിന്നെ നമ്മളവിടെ എല്ലാം എടുത്ത് തിരിച്ച് വീട്ടിലൊക്കെ തിരിച്ച് വീടെത്തി. നമ്മൾ വാങ്ങിയ അൽഫോൺസ് മാംഗോയുടെ ഒരു 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കട്ട് ചെയ്ത് കഴിക്കാം. ബാക്കി നേരെ ഫ്രിഡ്ജിൽ കയറ്റി. ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഇത് തണുപ്പിച്ച് കഴിച്ചാൽ നല്ലതായിരിക്കും വിചാരിച്ച് ബാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കഴിക്കാം. അപ്പോൾ 3 നന്നായിട്ട് കട്ട് ചെയ്തു നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സ്വീറ്റായിരുന്നു അത്. എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും മാങ്ങ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് നല്ല ഇഷ്ടമാണ് മാങ്ങ. ഉണ്ട് നമ്മൾ ഈ മാങ്ങയൊക്കെ വല്ലപ്പോഴും മേടിക്കാറുള്ളൂ. സാധാരണ ടെസ്റ്റോയും മോഡസങ്ങളൊക്കെ ഉള്ള മാങ്ങ തന്നെയാണ് മേടിക്കാറ്. അതിന് മധുരം ഉണ്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു മധുരം ഉണ്ടാവാറുള്ളൂ. വലിയ തിക്കായിട്ടുള്ള മാങ്ങ ഇവിടെ കിട്ടുക സാധാരണ ഷോപ്പിൽ. ഇങ്ങനത്തെ ഇന്ത്യൻ മാങ്ങ വല്ലപ്പോഴൊക്കെ മേടിക്കും. അത് ഭയങ്കര വിലയല്ലേ. അങ്ങനെ നമ്മളൊന്ന് മാംഗോയും കട്ട് ചെയ്ത് കഴിച്ച് ഇതിലൊക്കെ പോയി നിന്നു. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ ചോറുണ്ട്, കുറച്ച് നേരം ഉറങ്ങി. പിന്നെ എണീറ്റ് കുളിച്ചു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കപ്പോൾ അടുത്തൊരു വ്ലോഗിൽ കാണാം. Till then, bye bye from London Little Hearts.